ക്യാമറ ഓണാക്കുമ്പോൾ ഞാൻ ചുമച്ചെന്നുള്ള കംപ്ലൈൻറ്റ് പിന്നെ വേണ്ട. ശാംഭവി സ്കൂളിൽ പോകണ്ടേ? വളർന്ന് കിടക്കുവാണേ. ഇപ്പം എണീക്കിച്ച ഞാൻ കണ്ടതാ. ഒന്ന് വിളിക്കുമ്പോൾ മിണ്ടത്തില്ല. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ? ക്യാമറ ഓണാക്കുമ്പോൾ ചുമക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാരാ ശാമയോട്. മൊത്തത്തിൽ ആരും ചുമക്കാൻ പാടില്ല. ഇതിന് കുഞ്ഞുമാവയോ? എൻ്റെ അമ്മേ. മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 കോടി വർഷം കഴിയുമ്പോൾ ലോകത്തിന്റെ നെറുകയിലാണ് എന്ന് നമ്മൾ പറയുന്ന എവറസ്റ്റ് കൊടുമുടി ഇത്തരത്തിൽ സൈഡ് വൈസ് ആയിട്ടുള്ള മണ്ണൊക്കെ പോയി. ശാമ്പളമ്മയുടെ അമ്മൂമ്മ ആരാ? കാക്കമ്മ, വല്യമ്മ, ശ്യാമളമ്മയും തത്തി. അമ്മൂമ്മ ഇനിയൊരു അമ്മൂമ്മയുണ്ട്, രുക്മിണിയമ്മ. ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. രുക്മിണി അമ്മൂമ്മ. അപ്പൂമ്മമാരാരുമില്ല, മരിച്ചുപോയി. കൃഷ്ണപ്പൻ. കൃഷ്ണപ്പൻ രുക്മിണിയമ്മയുടെ അപ്പയുടെ അമ്മയുടെ അച്ഛനാ. ഐ ഡി കാർഡ് എടുത്തോ മോനെ. ഈ മുടി അഴിച്ചിടുന്ന പരിപാടി നിർത്തിക്കോണം. ഞാൻ ഇന്ന് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. പിള്ളേർ കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻ വേണം കേട്ടോ പിള്ളേർക്ക്. നീ കണ്ടിട്ട് കുളിച്ച പോലെ തോന്നില്ലേ? അല്ല ഇങ്ങോട്ട് നോക്കേ. അല്ല നിന്റെ ബാഗില്ല, നീ എവിടെ പോവാ? എടി അടച്ചിട്ടേക്കടി. അവിടെ ബാഗ് ഉണ്ടെങ്കിൽ അവിടെ എടുത്തോ, വിളിച്ചോണ്ട് വന്നാ. അവിടെ നിൽക്കേ. അയ്യോ അവിടെ നിൽക്ക്. ഓക്കെ. ഐ ഡി കാർഡ് എന്ത്? ആ, 2 കയ്യിലും ബാഗ് ഇടണ. ആ കുട അവിടെ ഇരിപ്പുണ്ടായിരിക്കും അല്ലേ? ആ, കുട എടുത്തിട്ടില്ലല്ലോ. അവിടെ നിൽക്ക, ഓടണ്ട. ഇനി വന്നേ. എഴുതേണ്ട ബാഗ് കൊണ്ടുപോ. ഓ അലറി മടുത്ത് രാവിലെ തൊട്ട് തുടങ്ങിയതാ. കുഞ്ഞേ പറഞ്ഞാലൊന്ന് കേക്ക്. നീ അതൊക്കെ അടച്ചോളാം. അപ്പം വരണ്ടേ? എന്നാ ഓ ഇല്ല, എനിക്ക് ചേച്ചി ഇന്നിപ്പോൾ തൽക്കാലം ഒരിടത്തും പോകണ്ട. ആ പോകണം. നാരായണൻ്റെ സ്കൂളിൽ സെമിനാറുണ്ട്. അതെങ്ങനെ ഒരു മരണമുണ്ട്. ശ്യാമളമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ. അത് അനിയൻ്റെ മകനാണോ? ആ, അച്ഛൻ്റെ ചേട്ടൻ്റെ മോനെ മരിച്ചുപോയി. അവിടെ രാമങ്കരി എന്ന് പറയുന്ന സ്ഥലത്താണ്, അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പം അതിന് പോകണം, ഇതിന് പോകണം. അല്ല അതിന് പോകണം, നാളെയാണ് അടക്ക്. അപ്പം ഇതിന് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. മതി. ബസ് പോവും. ഇന്ന് പോന്നില്ലേ? ഇവിടെ സ്കൂളിൽ നിന്ന് തക്കാളിക്കറിയും സോയാ ബോളും. മതിയോ? നാട്ടാൻ വിട്ട് ചോറും ചീതത്തോരൻ, കൂമ്പ് തോരൻ, ചുണ്ട നായും ചാൽ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ പയറ് കുറവായതുകൊണ്ട്
അതിന് പയറിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ടു. ഇന്ന് കൂമ്പുണ്ടായിരുന്നു, അത് ഇച്ചിരി കുറച്ചല്ലേ ഉള്ളൂ എന്നോർത്ത് അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ടു. ഇന്നത്തെ കറിക്കും ഇന്നലത്തെ കറിക്കും ക്യാരറ്റ് ഇടല്ലേ. ക്യാരറ്റ് തന്നെ ചേട്ടായിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മെഴുക്കൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അടയ്ക്കണ്ട, ചൂട് പോട്ടെ. ഇതേ ക്യാരറ്റിൻ്റെ കോലം കണ്ടോ ഇവിടുത്തെ, കണ്ടോ എല്ലാം അഴുക്കായി. ഇനിയിപ്പോൾ ഇതെന്തിനേലും വെട്ടിക്കണ്ടിച്ച് വരുമ്പോഴേക്കും അതിനകത്തൊന്നും കാണില്ല. ഹലോ, എന്താ കറി എന്താ? രാവിലെ എന്താ? രാവിലെ ഇന്ന് ചോറാ വെച്ച, കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ എന്താ? രാവിലെ ചോറ് വെച്ചത്, കാപ്പിക്കില്ല. ചോറിന് മീൻകറിയുണ്ട്, ചീരത്തോരനും വെച്ച്. പൊന്നെന്നാ കഴിച്ചേ? ചോറ്. എന്നായിരുന്നു കാരണം? കൂമ്പ. പേരോ? വിജയമ്മ. ഈ കൊള്ളി അറിയാവില്ല. സ്ഥലം ചെളുക്കുഴി. ഇതില്ല, കലാദേവിയുടെ അതിലെ മോൾ അങ്ങോട്ട് പോകണം. ഒരു ദിവസം വരുന്നോ വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ വരുന്നോ? എന്നാ വരുന്നേ? രാവിലെ സ്കൂളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ? പഠിത്തമില്ലാത്ത ദിവസം പോകാവേ. പൊക്കട്ടെടാ. ഇല്ലാത്ത ദിവസം, ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച ഇല്ലല്ലോ. പിന്നെ അവധി വരികയല്ലേ, ക്രിസ്മസ് അവധിയൊക്കെ വരികയല്ലേ. അന്നേരം നമുക്കൊന്ന് അതിലെല്ലാം ഒന്ന് പോയിട്ട് വരാവേ. അമ്പലത്തിലൊക്കെ കയറിയിട്ട് വരാം കേട്ടോ. ശരി. അവിടെ ഒരു അമ്പലമുണ്ട്. ഇന്നത്തെ പായസമൊക്കെ കുടിക്കാം. മതിയോ? പായസം കുടിക്കണം. എന്തിനും എന്താ പായസ? അപ്പേ എന്താ പായസ? കടും പായസം. എന്ത്? കടും പായസം. കടും പായസം കഴിക്കാം. എന്നിട്ട് കുളിച്ച് ചന്ദനമൊക്കെ തൊട്ട് സാമ്പിലിട്ട് ചന്ദനം മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകും. മറ്റേ ഓണക്കോടി ഇല്ലേ? ഓണക്കോടി ഇട്ട് ആരോട്ടൊക്കെ ആവും, പ്രേമാവിന്റെ ഓട്ടോയ്ക്ക്. മതിയോ? പ്രേമിച്ചയുടെ ഓട്ടോയ്ക്കാ പോകുന്നേ. സൂപ്പർ. മാവിന്റെ ഓട്ടോയ്ക്കാ പോകുന്നത്, പ്രേമാവിന്റെ ഓട്ടോയ്ക്ക്. മതിയോ? മതി. പോയി തൊതിത് ചന്ദനം വിളിക്കും. എന്നിട്ട് നേരെ കഴിട്ട് പറിക്കും. പാറയമ്പലം കാണത്തില്ല ഇവിടെ, ആ ഭാഗത്താ. ഇവിടെ കാണത്തില്ലേ? അങ്ങ ചെളുക്കുഴി ചെലക്കുരി അമ്പലം ഇവിടെ അതില്ലേ? ഇല്ല. എന്നാ വിജയമാർക്ക് വിജയമ്മ മിനിയമ്മനെ വിട്ട് അപ്പം പൊട്ടക്കറി. വിജയമ്മയുടെ വീട്ടിൽ ഇഡലിയും സാമ്പാറും. ഉച്ചക്ക് ദോശയും ചമ്മന്തിയും. മതിയോ? ഇതില്ലല്ലോ ഇടിയപ്പല്ലേ? ഇന്ന് ഇടിയപ്പം. ഡോണ, ഗവിരി, അഞ്ചു, പിന്നെ ഹസ്ലക എല്ലാവരും ഉണ്ട്. ചേട്ടൻ ക്ലാസ് ഏതാവോ? എന്തിയാ മഫിൻ. എൻ്റെ സ്കൂള് ആശാൻ നിലയം പൊങ്ങുന്ന പനക മനസ്സിലെ എല്ലാം ഉണ്ട്. മതിയോ? എൻ്റെ കൂട്ടുകാരാവോ? ശ്രീകുട്ടന്, പിന്നെ ആബിന്, ആശിക്ക്, പിന്നെ എല്ലാവരും ഉണ്ട്. അയ്യോ
ഇവിടെ പോവാ? സ്കൂളിൽ പോകുന്നില്ലേ? എടി ഇങ്ങോട്ട് വാടി. എടി അങ്ങോട്ട് പോവാടി. ഓ എൻ്റെ പൊന്നു. നീ പോകുന്നില്ലേ ഇന്ന് പോകുന്നില്ലേ? അങ്ങനെ ഇരിക്കാം. ബസ് ഇപ്പം വരും. അപ്പോഴത്തേനും നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലേ ബസ് അങ്ങ് പോവും. നിന്നെ കാണത്തുമില്ല ബസ്സുകാർ. വാങ്ങിയോട്ടെ. ഇവിടെങ്ങാനും വന്നേക്ക്. വേണ്ട ഇവിടെ വന്നാൽ മതി. ആ ഇവിടെ നിൽക്കും. ഓക്കെ. അമ്പലത്തിൽ പോയപ്പാ ഇല്ല. ശാമ്പയിനെ കൊണ്ടുവിട്ടേ. ഞാൻ പാർത്താറ്. സ്കൂളിൽ പോണോ? എന്നാ പോകുമ്പോഴും അങ്ങോട്ട് പോകല്ലോ. നീ ഇപ്പം ബസ് വേണ്ട, അവിടെ നിന്ന് ഇരിക്കണ്ടോ? ബസ് ഇപ്പം വരും. എൻ്റെ ബസ്സോ? ബ്ലൂ ബസ് അപ്പടെ എല്ലാ ബസ് അല്ല. ആ ശരി. അപ്പേ ഗോതമ്പ് വിട്ടും വെജിറ്റബിൾ കറിയും. ആർക്കാ? വെജിറ്റബിൾ കറിയും. ആർക്കാ? അത് വണ്ടി വന്നു. വാ. അല്ലാത്ത കട്ടപ്പന. ഉണ്ട് അല്ലേ? ആ ഇന്ത്യ അല്ല, വേറെയാ. അല്ലല്ല, അല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ. യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പോയി അതിലേ പോയില്ലേ? അവിടെ നിന്ന് ബസ് വരും. അതിൽ ബസ്സുണ്ട്. ബസ്സുണ്ട്. അത് ശരി. 35 തോന്നുന്നു കിടക്കുന്നത്. എന്നിട്ട് ഇതിലിങ്ങനെ വന്ന് അപ്പുറത്ത് ആ വഴിക്കാണ് വരുന്നത്. നമ്മുടെ അതിലെ താഴെ കുമാരൻ്റെ ആക്രി. മാസം എത്ര രൂപ? മാസം 850. 850 രൂപ. ഇവിടുന്ന് സ്കൂളിൽ പഠിക്കാൻ കൊണ്ടാകും. അത് ലാഭമാണല്ലോ. ഇതൊക്കെ ജയച്ചാച്ചൻ്റെ പഴയ കൂട്ടുകാരാണ്. ജയച്ചാച്ചൻ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്ക് സ്റ്റാൻഡിലായിരുന്നു കട. ബസ് സ്റ്റാൻഡിനകത്ത്. അങ്ങനെയുള്ള കമ്പനിയാണ്. ഒത്തിരി നാളായല്ലോ കണ്ടിട്ടെന്ന് പറയുമായിരുന്നു. ഇതിലേക്കൂടെ ഒന്നും വരുന്നില്ല ജയച്ചാച്ചി. ആഹാ വെയില്. ദൈവമേ, ഈ പൂവ് എത്ര ദിവസമായി നോക്കി. ഇതൊക്കെ അഴുക്കായി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സൂപ്പർ കളർ, എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് അത്. ലാവൻഡർ. എന്നാ മിറ്റം ഒന്ന് നോക്കണമല്ലോ. തൂത്തിട്ട് പോയതാ.
അപ്പുറം വഴി കയറിയാൽ മതിയായിരുന്നല്ലോ. നിന്നെ കാണിക്കുമല്ലോ. എന്നെ കാണാലോ, അതുണ്ടല്ലോ. ഈ ക്യാമറ മാത്രമാണ് എൻ്റെ ഏറ്റവും പ്രതീക്ഷ. ഫോൺ എടുക്കുമ്പോൾ എല്ലാം ക്യാം കിട്ടണം. പൊക്കോ, ഞാൻ വരിക. നടക്കുന്ന ഇതിനായിരുന്നു തലവേദനയൊക്കെ ആയിട്ട്. ആർക്ക്? പിള്ളമ്മയ്ക്ക് തല ഇറങ്ങി. അതിങ്ങനെ തലകർക്ക് ഇയർബഡ്സിൻ്റെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്ക് അവളെയും കൊണ്ട് ഇറക്കി. ഇവിടുന്ന് മരുന്ന് മേടിച്ച് കുറഞ്ഞല്ലോ. പിന്നെ പൊന്നു അവിടെ കൊണ്ട് കൊണ്ടുപോയി മരുന്ന് മേടിച്ചു. കാറ്റസ് എവിടെയാണ് കൊണ്ടുപോയി. അപ്പം കൊണ്ടുപോയിട്ട് മൈഗ്രെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊണ്ട അനക്കത്തില്ല. അത് പൊട്ടും കണ്ടു ഈ തൊണ്ട. ചില മരുന്നൊന്നും പിടിക്കാറില്ലല്ലോ ഗുളിക. ഇപ്പോൾ ഒട്ടും വയ്യ. ഇനിയിപ്പം ഈരാറ്റോട്ടിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാം. അമ്മയും പോകും. അതുകൊണ്ട് ശ്യാമള അങ്ങോട്ട് പോയോ? ആ ശ്യാമള കൊണ്ട്. ഞാൻ ഇന്ന് രാവിലെ അവനെ വിളിച്ചു നോക്കി, കാണാഞ്ഞിട്ട് എന്ത് ചെയ്യാന്നറിയാൻ വേണ്ടി. അവനെടുത്തില്ല അന്നേരം. ആ പിന്നെ ആധാരങ്ങളൊക്കെ നോക്കും. അതല്ലേ ഒരു കാര്യമില്ല. ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ മരം മുറിച്ച് ജലസേവ പറഞ്ഞില്ല. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല. വണ്ടിയാണോ ഇത്? ചുമ്മാ അല്ല പറഞ്ഞേ. ഇത് കേക്കർ റോഡാണ്, കോട്ടയം റോഡാണെന്ന് പറഞ്ഞു. ഇതേപോലെ അവാർഡ് കൂടാൻ പറയാം. ഇങ്ങനെ കാണിച്ചിട്ട് അതെല്ലാം പറഞ്ഞ് ആർക്ക് തുടങ്ങി. ഇവിടെ ഏതാന്നോ നീ പറഞ്ഞേ? വണ്ടിയില്ലേ? സ്വന്തമായിട്ട് പരിപാടി പെയിൻ്റൊക്കെ അടിയിലൊക്കെ അടിച്ച് ചേസറൊക്കെ അമ്മമാർക്ക് 6 രൂപ കൊടുത്താലും അമ്മമാർ അങ്ങനെ പരിപാടിയില്ല. ഓ എന്തേറെ വീട്ടിൽ ആണോ? കഴിയണേ ഇവിടെയാണോ? നടക്കട്ടെ നടക്കട്ടെ. ആണോ? അവിടെ ആരെല്ലാം വന്നിട്ട് ഒരു കാര്യമില്ല. പോയത് ഇടിയോ പിന്നെ എണ്ണം കൂടിയോ ഉണ്ടാവും തരത്തില്ല. ഏതെങ്കിലും ഇത് ആകെ പിന്നെ ഷാഫി മാത്രമേ ഷാഫി സാർ ബാക്കി എല്ലാം ഇടിയോ വണ്ടിക്കേസൊക്കെ പിടിക്കുന്ന ബൈക്ക് വന്നിട്ട്
കഴിക്കാൻ വേണ്ടിയില്ലായിരുന്നു ശ്വാസം കൊടുക്കണം. പാലക്കാടാണോ? അല്ല പിന്നെ ആരും അവിടുന്ന് വന്നതല്ലേ. ഈ ദോഷം തന്നെ അത് അടച്ചിട്ടേ ഇതല്ലേ പ്രഷർ നോക്കുന്നേ. അത് നേരത്തെ അടുപ്പിച്ചതാ. അത് നമുക്ക് കിടക്കണോ ഇങ്ങനെ? അത് എനിക്ക് നടക്കത്തില്ല. നടക്കണ്ടെന്ന് പറഞ്ഞധികം കാര്യം പറഞ്ഞിട്ടില്ല. റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. നടക്കണ്ടെന്ന് പറഞ്ഞധികം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ? ഇല്ല. അന്നേരം ഭയങ്കര രാവിലെ വന്നിട്ടും കൂടെ പോയായിരുന്നു. അങ്ങനെ അവിടെ കയറ്റിയല്ലോ അന്നേരം 36 മണിക്കൂർ അതിനകത്ത് കിടന്നു. അതൊക്കെ അടച്ചിട്ടേക്കാ. നീ മറ്റേ കറി വെച്ച് കൊടുക്കത്തില്ലേ? കറി വെച്ച് കൊടുക്കാൻ മത്തിയായിരിക്കും പറഞ്ഞത്. മറ്റേത് പറഞ്ഞായിരുന്നു. മറ്റേ ഞാൻ വെളിയോട്ട് പോവാ. എടുത്തിട്ടല്ലേ ഒന്നവിടെ ഒന്നിവിടെ. നാരായണ സാമ്പാർ സാറാണോ? എങ്ങനെയുണ്ട് പപ്പായ്ക്ക്? തീരെ വയ്യ.
അങ്ങനെയുള്ള ഒരാളെ കാണാൻ സത്യം പറയാൻ മനസ്സ് വരുന്നില്ല. ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ആരോഗ്യവാനായിട്ട് കണ്ടിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഇല്ല 5 മിനിറ്റ് പോലും ആയിക്കോട്ടെ. ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. കൊച്ചു സ്കൂളിൽ പോയി. മൂത്തോളം ഇവിടെയാ, +1. പിന്നെ നടന്നു പോകുന്നത് ശ്യാമളെ അവിടെ ആൻ്റെ അടുത്ത് ഇറങ്ങിയായിരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാണ്ട് കുഴപ്പമില്ല. ആ സ്കൂൾ ബസ്സിനാ. ശരി. ആ അത് അവിടെ കൊച്ചിനെ വിളിക്കണം. ഒന്നുമില്ല. ആ ഉണ്ണാൻ പോണോ? വീട്ടിലോട്ട്. ആ താടി മുട്ടായി കാടി എനിക്ക്. നീ എന്നും തിന്നുന്നല്ലേ? ഇന്ന് എനിക്ക് എവിടുന്നാണ് മുട്ടായി? അയ്യോ കൈ ഒടിഞ്ഞോ? ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? വീണ്ടും ഇന്നലെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അടുത്തത് ആയിരുന്നോ? ഇന്നലെ എന്റെ കൂടെ ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നല്ലേ, എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. മുട്ടായി താന്നേ കൊച്ചിന്റെ നീ അങ്ങോട്ട് മേടിച്ചു കൊടുക്കാനുള്ള താടി ഇവിടെ, കൊടുക്കല്ലേ കൊച്ചേ? താടി ഇവിടെ. നീ കൊടുക്കണം. അയ്യോ അപ്പേ ഒന്ന് എടുത്ത് തരുമോ? എത്ര നാളെ ഇല്ല ഞാൻ എടുക്കത്തില്ല. പോയടി. അവള് മുട്ടായി പോലും തന്നില്ല എനിക്ക്. മുട്ടായി തരുവാണ് പിന്നെ എടുക്കായിരുന്നു. അയ്യോ എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പുറത്താണോ? ഞാൻ ഓർത്ത് അവിടെ കൊണ്ടിറക്കുന്നത്. ഇന്ന് നീ അവിടെ നിൽക്കുമല്ലായിരുന്നു ആ വരയുടെ അവിടെ. മുട്ടായി കൊച്ചിന് കൊടുക്കാതെ ചേട്ടൻ നിന്നോ? എൻ്റെ ഭഗവാനെ, മൊത്തം മഞ്ഞാണ്, മഞ്ഞോട് മഞ്ഞ. അയ്യപ്പാ താഴെ പോയി താഴെ പോയി താഴെ പോയി. വെള്ളം തിളക്കണോ? പിന്നെ അമ്മയ്ക്കൊക്കെ വെള്ളം കിട്ടും. അങ്ങനെ വേണ്ടല്ലോ ചേട്ടാ, ഇതുപോലല്ല. ഞാനല്ല ശ്യാമളമ്മ ഉണ്ടല്ലേ. ശ്യാമളമ്മ തന്നെ ചെയ്യുന്നേ. കൂട്ടിച്ച് വലിച്ച് കത്തിക്കൊക്കെ ഇട്ട് ചോട്ടിക്കൊക്കെ വലിച്ച് പറിച്ചു. ഇവിടെ എൻ്റെ അരിയിൽ പണമെന്നായിട്ട് വന്നിട്ടില്ല ശ്യാമ. ഞാൻ അമ്മ എപ്പോഴും പറയും.
ഇന്നും കിളിയാണല്ലോ. പിന്നെ മണമുണ്ടല്ലോ എന്നിട്ട്. പിന്നെ എന്തോ ഒരു മീനിൻ്റെ മണമുണ്ടല്ലോ. കുഴപ്പമുണ്ട്. അമ്മ അറിഞ്ഞു പോലില്ല. കണ്ടോ ഡ്രിമ്മറല്ലേ? ഡ്രിമ്മറായിരുന്നു. പിന്നെ ഇവിടെ കരയുവാണോ? ഇന്നലെ ടീച്ചറും ബിന്ദു രാത്രി ബിന്ദു വിളിച്ചപ്പോൾ ആരാ? മാമിയോ? അല്ല, അങ്ങനത്തെ മാമി. ആ ഇവിടെയൊക്കെ നേരത്തെ മഴ തുടങ്ങി. മുണ്ടക്കത്തെ കാര്യം അറിയത്തില്ല. പച്ചക്കപ്പ കപ്പ പറിച്ച് വണ്ടിയെ കയറ്റി ടൗണിൽ കൊണ്ട് വിൽക്കും. 1 മണിക്കൂർ കൊണ്ട് 100 കിലോ കപ്പയൊക്കെ തീരുമെന്നാണ് പറഞ്ഞത് അമ്മ. നല്ല സൂപ്പർ കപ്പയാണ്. അപ്പോൾ നമ്മൾ ശാലം മേടിച്ചാൽ വെച്ച് എന്നാ ഉണ്ട്. ഓ വരാമോ അവിടെ? അരുണ നമ്മളപ്പോഴും ആ പഴയ ഇതല്ലേ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. എന്തായിട്ട് കൊണ്ട് വയ്ക്കുമോ? ഇവിടെ കടയിലോ? ഈ പറഞ്ഞ അധികം ബാക്കി മൊത്തം നോക്കിയ തന്നെ. പിള്ളേരൊക്കെ എവിടെ വരെ പഠിത്തമൊക്കെ? മൂത്തവൾ ഇവിടെ +1 ഇവിടെയാ? ഇളയത് അവളെ സ്പെഷ്യൽ സ്കൂളാണ്. അതെവിടെയാ? പൊൻകുന്ത. 2 പെൺപിള്ളേരാ അല്ലേ? ആ താഴെ അതിനകത്ത് പോകത്തുള്ളൂ. ഓ നീ പോ. ഇത് 3,600 ഉണ്ട് കേട്ടോ. വീണ്ടും ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് പാൽ മേടിക്കാൻ. വാ, മഴയ്ക്ക് മുന്നേ പോയിട്ട് വരാം. അതിനകത്തൊരു പ്രാവ് കണ്ടോ? ഇച്ചിരി വ്യത്യസ്തമാണല്ലോ. ഒരു പ്രാവ് വ്യത്യസ്തമുണ്ടോ? പുള്ളിപ്രാവ്, വെള്ളയും ചാര കളറും. ഇവിടെ വെച്ചിട്ട് പോകും മുത്തേ. വണ്ടി വരുന്നുണ്ടാകാമായിരിക്കാം. ഉണ്ടോ? ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഇതിനെ കൂടെ സെറാ ബസ് മാത്രമേ ഓടാറുള്ളൂ. ഫുള്ള് സെറാ ബസ്.
തീർന്നോ? ആർക്കാ? പപ്പായ്ക്കോ? പപ്പ ഓക്കെ. ആദിലക്ഷ്മി ഇപ്പൊ പറഞ്ഞത് നോക്കൂ, ഇതാണ് മഞ്ഞ്. അവിടെ കുറച്ച് മഞ്ഞ്, ഇവിടെ കുറച്ച് മഞ്ഞ്, ഇവിടെ കുറച്ച് മഞ്ഞ്. ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ തുള്ളാൻ എന്നാ ഇഷ്ടമാണെന്നറിയോ ഈ സാധനത്തിന്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്നാ പേരെന്തുവാ? എന്നാ വേൾഡാ? ഫൺ വേൾഡ്. വേൾഡ് വേൾഡ് ദച്ചൂസ് ഫൺ വേൾഡ്. എറിൻ അഖിൽ രേവത്ത്, അങ്ങനെയാണ് ഒഫീഷ്യൽ നെയിം. എറിൻ അഖിൽ രേവത്ത്. എറിൻ ഞാൻ പറഞ്ഞത്, എറിൻ. അത് മറ്റേ ഏത് സിനിമയ്ക്കകത്തെ പൂമരം എന്ന സിനിമയ്ക്കകത്തെ നായികയുടെ പേര് ഇഷ്ടപ്പെട്ടിട്ട് ഇവളുടെ അച്ഛൻ ഇട്ട പേരാണ് എറിൻ അഖിൽ രേവത്ത്. രേവത്ത് എന്നുള്ള രേവതി നാള്. എനിക്ക് വയ്യ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് അവിടെ സൈക്കിളിൽ നോട്ട് ഇട്ടിട്ടുണ്ട്. വക്കീലിനോടാണോ ആരോടാ പറഞ്ഞത് എനിക്കറിയാം. ആരുടെ കൂട്ടുകാരൻ്റെ പേര് ചേട്ടാ? ഏതാ? നീയോ? എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണോ ചേട്ടാ? പിന്നെ എൻ്റെ ഭാര്യ? നേരത്തെ ഇങ്ങനെയാണോ അതോ? ആ, ഇപ്പൊ പോകും. ചുമ്മാ JCB ഇളക്കിയിട്ട് കപ്പയിട്ടതാ, തടം എടുക്കാതെ. തൂത്തര് ഇല്ല നല്ലത്. അപ്പക്കില്ലേ? അപ്പനടി വരാതെ. എനിക്കൊന്നും വേണ്ട, പോയടീവേ. നിനക്ക് ഫോൺ കിട്ടത്തില്ല. ഇന്നലെ ഇട്ട ചെരുപ്പ് അത്. ഇന്നലെ മറന്നുപോയോ? ഇന്നലെ ഞാൻ കൊണ്ടുപോയതിൻ്റെ അതേ പ്രകാശവാനിടം വരെ. സ്കൂളിനാണോ വഴിയാണോ? എവിടെ പഠിക്കുന്നത്? ഇവിടെ മുണ്ടക്കത്തോ? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ ചേട്ടാ. ഇപ്പൊ പോയ കുഞ്ഞു വെച്ച ചേട്ടനോട് പഠിച്ചതിന്റെ മോനല്ലേ? ആ അതേന്ന്. ഇത്രയും കുഞ്ഞു പയ്യൻ. ചേട്ടയുടെ പിള്ളേരൊക്കെ അങ്ങ് വലുതായല്ലോ. കുഞ്ഞു വേണമെന്നാണ് പറയുന്നത്. അങ്ങനല്ല പറഞ്ഞു, പിന്നെ അങ്ങനല്ല ഉദ്ദേശിച്ചേ. അല്ല അവരൊക്കെ കുറച്ച് പയ്യ പിള്ളേരാണല്ലോ. അതെനിക്കറിയത്തില്ല ചേട്ടാ. അപ്പൊ 20 വയസ്സിലാണല്ലോ ഞാൻ കഴിച്ചേ. ഞാനോ? 28. 28 ബസ് വരുന്നുണ്ട്. ആര്? ആ പിള്ളേരെ വിടുന്ന സമയമാണ് ഇപ്പം. അടുത്തോണ്ടേക്ക് പോവാം. ഓക്കെ, ആളില്ലെങ്കിൽ പോയേക്കാം. ഇന്നലെ ഉണ്ട്. അയ്യോ, കുട്ടി അറിഞ്ഞാവോ?
ഇത് അവള് പ്ലസ് ടുവിനാണോ അവനെ? 10ാം ക്ലാസ്സിലാണോ? പൊന്നിയൊന്നുമില്ല, പൊന്നിയൊന്നും കൊണ്ടുപോകത്തില്ലെന്നോ? ഇല്ല. അമ്മയൊന്നും വന്നില്ലല്ലോ. നമ്മളാ വന്നേ. പുല്ലാടൻ വായിക്കാൻ പഠിക്കേ. കണക്കില്ല. പോയി കാണാം. അതിലേ പോകാൻ പറയാ. പോയി കാണാമല്ലോ. അവിടെ ആരാ? അത് നാലാമത് നല്ല ആണോ? അങ്ങ് പോയില്ലല്ലോ. ഇങ്ങോട്ടൊന്നും വരുന്നില്ല. 2 പേര്. എന്നാ അങ്ങോട്ട് പോകാൻ എന്നാ ഒടിവില്ല ഉണ്ടോ? റിവേഴ്സ് എടുത്തിട്ടാ. ആ ഒടിവില്ലെന്നേ. ടൂറ് ഇത് മൊത്തം ടൂറ് പരിപാടിയാണോ? ഇഷ്ടം പോലെ ബസ്സാണല്ലോ.
ചേട്ടൻ അപ്പുറം വഴി പോയി, ഞാൻ ഇപ്പുറം വഴി വന്നു. എവിടെയോ ചേട്ടയ്ക്ക് പോകാനുണ്ട്, ഏതോ കടയിൽ പോകാനുണ്ട്. ഇതിലേ പോയാലും ശാമ്പതി ഇറങ്ങുന്നിടത്ത് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമായിട്ടില്ല ഇവിടെ വരാൻ, കുറച്ച് നേരങ്ങളുണ്ട്. ബംഗാളികളൊക്കെ കൊണ്ട് 5 കിലോ സവാളക്കൊക്കെയാണ് 100 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് 4 കിലോ. പിന്നെ ഇവിടെ നടക്കുന്നത് ഹലോ ശരി ഹലോ അതെന്നാന്ന് അറിയത്തില്ല, അങ്ങനെ വരത്തില്ല, തെറ്റിപ്പോയെങ്കിലേ വരത്തുള്ളൂ. ഒരു ദിവസം പോലും ആക്രിക്കട കയറാതെ ചേട്ടായിക്കൊരു ജീവിതമില്ല. ഒന്നും കിട്ടില്ലെന്ന് തോന്നുന്നു. ചേച്ചേ കാന്താരി പറഞ്ഞിട്ടുണ്ട്. കാന്താരി നിനക്കിന്ന് ഇന്നോ ആണോ? പിന്നെ അവരൊക്കെ അടിച്ചു പിന്നെ അവളായിരിക്കണം. ഇപ്പൊ പുതിയ കേസ് പിടിച്ചല്ലോ. എനിക്ക് വയ്യ. ചേച്ചിയുടെ കണ്ടു, ചേച്ചിയുടെ അവക്കറിയത്തില്ല, പെട്ടവള്. ഇത് പറഞ്ഞ് തടഞ്ഞു നിർത്തിയാണോ സംസാരിക്കുന്നത്? ഇത് തൂങ്ങി കിടക്കുന്നുണ്ടോ? അടങ്ങി അതെ അതെ ചേച്ചിയോട് എന്നാ പറ്റി ഇവക്ക് വേറെ മൂടാണല്ലോ. എന്നിട്ടും ആ ചെരുപ്പ് ആ കാലം കിടക്കുന്നുണ്ടല്ലോ. ചെരുപ്പ് ലാസ്റ്റ് മടുത്തിട്ടേ ഒരു അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഇവിടെ വലിച്ചോണ്ട് പോവാം. വാ ഇങ്ങോട്ട്, വാടി ഇവിടെ. നമുക്ക് പോയേക്കാം, അവര് പയ്യെ വരട്ടെ. നീ ഭയങ്കര ശല്യമാണ്.
എന്താ പണ്ടേ എന്താ പട കണ്ടു ചേച്ചി 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 ഇവിടെ നിൽക്കാം, ഇവിടെ മേളിൽ കയറി നിൽക്കാം. ബാ വേണ്ട വേണ്ട എന്നാ പോവാം, ബാ പൊക്കോ. നിക്ക്. അങ്ങനെ നിൽക്കേ. ചേച്ചിയോട് ചേച്ചി പൊക്കോ പൊക്കോ, വിട്ടു പൊക്കോ. നീ അല്ല ബസ്സിൽ വല്ലതും ഉണ്ടാക്കിയോ? ആരുമായിട്ട് ഓടിക്കൂടില്ല. ഇല്ലേ? ഇരുന്നോ? ആ അതല്ല ഞാൻ ചോദിച്ചേ, ഇപ്പം മിനിച്ചേച്ചിയൊക്കെ എടുത്ത് ബഹളം വെക്കുന്നതിനകത്തിനാ? ബഹളം വെക്കുന്ന നീ എന്നാ നീ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച്. അത് പോട്ടെ, അത് കഴിഞ്ഞ് പിന്നെ നീ ദേഹത്തൊക്കെ കയറി തടഞ്ഞൊക്കെ നിർത്തിയിട്ട് സംസാരിക്കുന്നു. നടന്നു വരുന്ന ഒരു തരത്തിലാണ് അവിടെ നിന്ന് ആൾക്കാർ. മടുത്ത് നടന്നു വരുമ്പോൾ നീ തടഞ്ഞു നിർത്തി സംസാരിക്കുമോ? ആഹാ, അതൊന്നും വേണ്ട. വണ്ടി മാറിയല്ലോ, വേറെ വണ്ടിയാണല്ലോ. വേണ്ട. ചേച്ചി എന്താ? ആഹാ, രാവിലെ ചോറ് ഇല്ല, ഈ സമയമാവും. എല്ലാം തീരുമാനിച്ചില്ല. ഇത് രാവിലെ ഇരുന്നിരിപ്പാണ്, ഇപ്പോഴും എഴുന്നേറ്റ് പോയില്ലേ? എഴുന്നേറ്റായില്ലേ? ചോറൊക്കെ ഇങ്ങോട്ട് വരുന്നോ? എടി ചോറാന്ന് പറഞ്ഞില്ലേ? രാവിലെയോ? ചപ്പാത്തി എന്നോട് പറഞ്ഞല്ലേ? പറഞ്ഞോ? കടലക്കറിയും ചപ്പാത്തി മതിയോ? ഇല്ല, അതിനാണ്. ആരുമില്ല, അവർ വരുന്നല്ലോ. നീ പോകും. ജയ വരുന്നുണ്ട്. ജയ ആ പാട്ട് എങ്ങനെ വന്നോ? തന്നെ വന്നോ? നിർത്താൻ മേലെ ഞാൻ വീഡിയോ എടുക്കും. വിളക്ക് കത്തിക്കാവുന്ന സമയമാകുമ്പോൾ തന്നെ പാട്ട് കയറി വരും. അത് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓഫ് ചെയ്യും, എല്ലാം കോപ്പിറൈറ്റ് വരും. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. എന്നത് അതിട്, അതിട്ടോളാം. എന്ന് അവിടെ പോവാ സ്പ്രേ അടിച്ചോണ്ട് വരും. ഇത് തന്നെ പരിപാടി. പപ്പയുടെ സ്പ്രേ അടിച്ചിട്ടുണ്ടല്ലോ. പപ്പ ഉള്ളപ്പോഴേ അടിച്ചാലൊന്നും പറയത്തില്ല, ഇല്ലാത്തപ്പോൾ ഞാൻ പറയത്തില്ല. സ്പ്രേ അവിടെ പബ്ലിക്കാണ്. അപ്പഴേ ചെരുപ്പുണ്ടോ? എന്നാ അത് സൂപ്പറാണ് കഴി വെച്ചത്. ആ വെളുത്ത്. ഇച്ചയ്ക്ക് മുള്ളി